ആണ്. ഞാനിപ്പോൾ ഉള്ളത് ഗൈഡ്ലൈൻസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അല്ല സോറി, എയർപോർട്ടല്ലേ, ഇൻ്റർനാഷണൽ സ്കൂളിലാണ്. ഈ വിമാനമൊക്കെ ഇങ്ങനെ നിരന്ന് കണ്ടപ്പോൾ നമുക്ക് എയർപോർട്ടായി തോന്നിയിട്ടോ. നിങ്ങൾ 19 വയസ്സിൽ വിമാനം പറത്തിയിട്ട് നമ്മളെ ജുമാനമോളൊക്കെ, പ്രിയപ്പെട്ട ജുമാനമോളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ എത്ര വയസ്സപ്പോൾ? 14 വയസ്സ്. 14 വയസ്സിൽ വിമാനങ്ങൾ ഉണ്ടാക്കി പറത്തിക്കൊണ്ടിരിക്കാൻ രണ്ടാളുകൾ. പേരൊന്ന് പറഞ്ഞാണ്? മുഹമ്മദ് ഹാദി. മുഹമ്മദ് ഷാദിൽ. രണ്ടാളും 8ാം ക്ലാസ്സിലോ? ഞാൻ 8ൽ. സ്കൂളിന്റെ പേര് ഗൈഡൻസ് പബ്ലിക് സ്കൂൾ. സ്ഥലത്തിന്റെ പേര് കൊടശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പാണ്ടിക്കാട് അടുത്ത്, മഞ്ചേരി, മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ നമ്മൾ 1-2 വീഡിയോസ്, ചിലരൊക്കെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഈ ഇത് ശാസ്ത്രമേളക്ക് വേണ്ടിയിട്ടില്ലേ? ഫസ്റ്റ് ടൈം ശാസ്ത്രമേളക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അന്ന് പിന്നെ വിമാനം തലേന്ന് പിടിച്ചുകൊണ്ട് വിമാനം കത്തി. ഞാൻ ഉണ്ടാക്കിയ വിമാനം കത്തി. പിന്നെ ഞാൻ ഇവിടെ ഇവനോട് സംസാരിച്ചു, എനിക്ക് ഇങ്ങനെ വിമാനം ഇങ്ങനെ കത്തിക്കണേ, നിങ്ങൾക്ക് പുതിയ വിമാനം ഉണ്ടാക്കണം എന്നു പറഞ്ഞു. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഞങ്ങൾ രണ്ടാളും കൂടിയാണ്ട് സ്കൂൾ മാനേജ്മെന്റിനോട് പറഞ്ഞു. അപ്പോൾ ഓല ഭാഗത്ത് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഓക്കെ. വിമാനം കത്തലും ക്രാഷൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഹാദിൻ്റെ വിമാനം കത്തി തോന്നുന്നു. അപ്പോൾ ഇനി ഒരുപാട് എന്താ പറയുക, ഇതിലും വലിയ വിമാനങ്ങളും അല്ലെങ്കിൽ പരീക്ഷണങ്ങളിലൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ മുന്നേ എന്തോ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ? റോബോട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ മേലത്തെ വർഷം സ്കൂൾ ശാസ്ത്രം. അത് വിജയിച്ചു. അത് കുഴപ്പമൊന്നുമില്ലാതെ. ഇപ്പൊ എല്ലാവരും അവിടെ നിന്നൊക്കെ പറയണത് ശരിക്കും ഇത് വിമാന സ്കൂളിന്നോ ഫ്ലൈറ്റ് സ്കൂളിന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ട് ആളുകൾ അല്ലേ? ഈ സ്കൂളിൽ അങ്ങനെ വിമാനത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു തുടങ്ങിയപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞ ഇന്ന സ്ഥലത്ത് ഒരു സ്കൂളിനെ പറ്റി, വിമാനത്തിനെ പറ്റി ചോദിച്ചപ്പോൾ ആ സ്കൂളിൻ്റെ പേര് തന്നെ ഇപ്പം അങ്ങനെ എല്ലാവരും അറിയപ്പെടുന്നതാണ്. വിമാനം കുറച്ചൊക്കെ വീഡിയോ ഒക്കെ ചില ചാനലിലൊക്കെ വൈറലായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്കുള്ള പ്രചോദനം എങ്ങനെയാണ് ശരിക്കും സത്യത്തിൽ? ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ റോബോട്ട് ഉണ്ടാക്കിനു. അന്ന് എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് നമുക്ക് ഉണ്ടാക്കണം എന്നുള്ള കാര്യം അവനോട് സംസാരിച്ചിരുന്നു. എൻ്റെ ക്ലാസ്സിലെ ഷിഫാൻ എന്ന് പറയും. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ നമുക്ക് ചെയ്യാന്നില്ല. പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ രണ്ടാളും വേറെ ഗ്രൂപ്പായി 4 ഗ്രൂപ്പായി നടത്തുന്നതുകൊണ്ട് ഓരോ വർഷം കൂടുമ്പോൾ ആരൊക്കെ നമ്മളെ ഗ്രൂപ്പിലുണ്ടെന്ന് പറയാൻ കഴിയില്ലല്ലോ. പിന്നെ എനിക്ക് കിട്ടിയത് 7th റയാൻ പറഞ്ഞ കുട്ടിയാണ്. ഓന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആ ഗ്രൂപ്പത്തെ എല്ലാവരും സപ്പോർട്ടായിരുന്നു. ഷാദിൽ. നിങ്ങൾ രണ്ടാളും കൂടിയാണ്, രണ്ടാളത്തിന്റെ ശ്രമഫലമാണ് ഇപ്പൊ ശരിക്കും ഈ വിമാനത്തിന്റെ വിജയം അല്ലേ? ഒരുപാട് ഉയരത്തിലൊക്കെ പറത്തിയിട്ടുണ്ടല്ലോ അല്ലേ? അത്യാവശ്യം ഹൈറ്റിൽ പോയി. ഇവിടെ നമുക്ക് ഇതിന്റെ ചുറ്റുവട്ടത്ത് സ്കൂളിന്റെ കോമ്പൗണ്ട് കാര്യങ്ങൾ പറത്താൻ സ്ഥലം ഇല്ലാഞ്ഞിട്ട്, അതായത് ഫ്ലൈറ്റിന് റൺവേയിലോട് ഓടിയിട്ട് പൊങ്ങാനുള്ള സ്ഥലം ഇല്ലാഞ്ഞിട്ട് എവിടെ പോയിട്ടാ പറത്തിയത്? കക്കാട് അല്ല, ചെമ്മാടോ? അവിടുന്ന് പറത്തിയത്. കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ. ഏകദേശം 1.5 മീറ്ററോളം നീളമുണ്ട്. ചിറകിനുണ്ട് ഏകദേശം 1.5 മീറ്റർ നീളത്തിലാണ്. നമുക്ക് നിങ്ങൾ പിന്നെ ഈ വീഡിയോൻ്റെ സ്ക്രീനിൽ അല്ലെങ്കിൽ മൊബൈലിൻ്റെ സ്ക്രീനിൽ എത്രത്തോളം നിങ്ങൾക്ക് വലുതാക്കി കാണിച്ചു തരാൻ പറ്റുമെന്നറിയില്ല. പക്ഷേ എങ്കിലും വളരെ മനോഹരമായിട്ട് പറത്തിയ ആ ഒരു പറത്തിയ രംഗങ്ങൾ നിങ്ങൾക്ക് കാണാം. കുറച്ചുകൂടി കാര്യങ്ങൾക്ക് ഫഹദിനോടും ഷാദിൽ